എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ ഈ സ്റ്റോറി ഏകദേശം അവസാനിക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഒരുപാട് പേര് ഇടുന്നുണ്ട്, ഒത്തിരി സന്തോഷം, ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് പുതിയ സ്റ്റോറി തുടങ്ങണ്ടേ? അപ്പോൾ നല്ല നല്ല കമൻറ്റുകൾ ഇട്ടോളാം കേട്ടോ. അടിപൊളി സൂപ്പർ എന്ന് മാത്രമല്ല, വേറെ കമൻറ്റുകളും ഉണ്ട്. ഒന്ന് ഇട്ട് നോക്കട്ടെ ഇടാൻ പറ്റുമോ എന്ന്. എന്നാൽ നമുക്ക് നമ്മുടെ 96ാമത്തെ പാർട്ട് പോയാലോ. ഇനി ചുരുക്കം കുറച്ച് പാർട്ടും കൂടി ഉള്ളൂ. കൂടിപ്പോയാൽ ഒരു 10 പാർട്ട് അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നല്ല നല്ല കമൻറ്റ് ഇട്ടാലാണ് ഞാൻ പുതിയ സ്റ്റോറി തുടങ്ങുള്ളൂ, അല്ലെങ്കിൽ ഞാൻ സ്റ്റോറിയേ തുടങ്ങില്ല. നിങ്ങൾക്ക് എന്നോടൊരിത്തിരി സ്നേഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടോ. അപ്പം നമുക്ക് നോക്കാമല്ലോ ഇത്രമാത്രം സ്നേഹമുണ്ടെന്ന്. എന്നാൽ നമുക്ക് സ്റ്റോറിക്ക് പോയാലോ. ഇത് നമ്മുടെ 96ാമത്തെ പാർട്ടാണ്. എങ്ങനെയുണ്ട് നിമ്മി ഞാൻ പറഞ്ഞ സ്ഥലം? ചെറിയ പാറകളുടെ മുകളിലേക്ക് ഇരുന്നുകൊണ്ട് ശ്രീ ചോദിച്ചു. ഞാൻ വിചാരിച്ചതിനേക്കാൾ സൂപ്പറായിട്ടുണ്ട്. അല്ലെങ്കിലും കുറച്ച് കാലമായിട്ട് ഞാൻ വിചാരിക്കാത്ത കാര്യങ്ങളാണല്ലോ എൻ്റെ ജീവിതത്തിൽ നടക്കണേ. അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായില്ല എങ്കിലും ശ്രീ ഒന്ന് പുഞ്ചിരിച്ചു. ശ്രീയുടെ അരികിലായി നിമ്മി ഇരുന്നു. സൂര്യൻ അസ്തമിക്കുന്നതേ ഉള്ളൂ. കുറച്ചു നേരം അവർക്കിടയിൽ ഒരു മൗനം നിലനിന്നു. കൂട്ടിനൊരു തണുത്ത കാറ്റ് അവരെ തഴുകിപ്പോയി. ശ്രീയേട്ടൻ ജീവിതത്തിൽ ആരെങ്കിലും ആത്മാർത്ഥമായിട്ട് പ്രണയിച്ചിട്ടുണ്ടാ? നിമ്മിയുടെ ചോദ്യം കേട്ട് ശ്രീ ഒരു നിമിഷം നിശ്ചലനായി. എന്തപ്പം ഇങ്ങനെ ചോദിക്കാൻ? ശ്രീ ചോദിച്ചു. ഞാൻ ചോദിച്ചതിന് ശ്രീയേട്ടൻ ആദ്യം ഉത്തരം എന്താ? ഉണ്ട്, എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെയും അവസാനത്തെയും പ്രണയം അവളായിരുന്നു. ആരായി അവള്? അന്ന് ബീച്ചിൽ പോയപ്പോൾ ഏട്ടൻ പറഞ്ഞ ആ നഷ്ടപ്രണയത്തിലെ കാമുകിയാണോ? മറുപടിയായി ശ്രീ ഒന്ന് പുഞ്ചിരിക്കാൻ മാത്രം ചെയ്തു. പറ ശ്രീ ഏട്ടാ. ആണെങ്കിൽ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ? ചിലപ്പോൾ ആ കുട്ടി തിരികെ വന്നാലോ? തിരികെ വരാൻ അതിനാ കുട്ടിക്ക് ഞാൻ സ്നേഹിച്ച കാര്യമൊന്നും അറിയില്ല. ആണോ? എന്നാൽ നമുക്ക് അറിയിക്കാം. ആ കുട്ടിയുടെ പേരും നമ്പറും എന്താ? അല്ലെങ്കിൽ അഡ്രസ്സും മതി, ഞാൻ നേരിട്ട് പോയി സംസാരിക്കാം. നിനക്കെന്താ നിമ്മി വട്ടായ? എനിക്ക് ലൈൻ സെറ്റാക്കി തരാനാണ് നീ ഇവിടേക്ക് വന്നേ? ഒരു പക്ഷേ തൻ്റെ മുഖഭാവത്തിൽ നിന്ന് നിമ്മി എന്തെങ്കിലും മനസ്സിലാക്കുമെന്ന പേടി ശ്രീ അല്പം ഗൗരവത്തിലാണ് ചോദിച്ചത്. ഞാനൊരു ഉപകാരം ചെയ്തു തരാമെന്ന് കരുതിയതാ. ഏട്ടന് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ അവസാനമായിട്ട് ചോദിക്കുക. വേണമെങ്കിൽ ഞാൻ ആ കുട്ടിയോട് സംസാരിക്കാം, കല്യാണം നടത്തിത്തരാം. എന്നെ കെട്ടിക്കാതെ നിനക്ക് എന്താ സമാധാനമില്ലേ? ശ്രീക്കും ചെറുതായി ദേഷ്യം വന്നിരുന്നു. ഇല്ല, അതുകൊണ്ടല്ലേ ഞാനിങ്ങനെ നിർബന്ധിക്കുന്നേ. നമ്മുടെ തറവാട്ടിൽ കെട്ടാച്ചരക്കായിട്ട് ഇപ്പോൾ വെറുതെ നിൽക്കുന്നത് ശ്രീയേട്ടനാ. ആണോ? ഞാനതങ്ങ് സഹിച്ചു. അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. എനിക്കത്ര പ്രായമൊന്നും ആയിട്ടില്ല. പിന്നെ സിസ്റ്റമാറ്റിക്കലി നീയാണ് തറവാട്ടിൽ കെട്ടാച്ചരക്കായിട്ട് പോരാ നിറഞ്ഞു നിൽക്കുന്നത്. നീ ആദ്യം പോയി കെട്ടാൻ നോക്ക്. അതേടോ, ഞാൻ കെട്ടാൻ പോവാ തന്നെയാ. ശ്രീ വെറുതെ ചോദിച്ചാണെങ്കിലും നിമ്മിയുടെ ആ മറുപടി അവനെ ഒന്ന് ഞെട്ടിച്ചു. നീ സീരിയസ് ആയിട്ട് പറഞ്ഞാണോ നിമ്മി? പിന്നെ അല്ലാതെ, കല്യാണക്കാര്യം ആരെങ്കിലും തമാശയായിട്ട് പറയുമോ? എൻ്റെ കാര്യങ്ങളും അച്ഛൻ്റെ അറസ്റ്റും അമ്മയ്ക്ക് ഒരു ഷോക്കാണ്. അതുകൊണ്ട് ഞാനൊരു കല്യാണത്തിന് തയ്യാറാണെന്ന് പറഞ്ഞാൽ അമ്മ ഹാപ്പിയാവും. പിന്നെ എനിക്കൊരു ചേഞ്ച് ആവശ്യമാണ്. ചേഞ്ചിന് നിനക്ക് എവിടേക്കെങ്കിലും ട്രിപ്പ് പോയാൽ പോരെ? കല്യാണം കഴിക്കണമെന്നുണ്ടാ? എന്തായാലും ആരെങ്കിലും കെട്ടണോ? അപ്പം ഇപ്പം കെട്ടിയാൽ ആ പണി കഴിഞ്ഞില്ലേ? എന്നാലും നന്നായി ഒന്ന് ആലോചിച്ചിട്ട് പോരെ? നിനക്കത് ഗേജൊന്നും ആയിട്ടില്ലല്ലോ. ശ്രീയേട്ടനെ എന്തിനാ ഇങ്ങനെ നെഗറ്റീവ് പറഞ്ഞ എൻ്റെ മനസ്സ് മാറ്റണേ? ഞാൻ ആരെ കെട്ടിയാലും ശ്രീയേട്ടൻ എന്താ? നിമ്മിയുടെ മനസ്സിലാരെങ്കിലും ഉണ്ടാ? അത് ചോദിക്കുമ്പോൾ ശ്രീയുടെ ഹൃദയം വല്ലാതെ ഇടിച്ചിരുന്നു. അങ്ങനെ ചോദിച്ചാൽ ഒരാളുണ്ട്. കക്ഷി ഞാനറിയാതെ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് 6-8 കൊല്ലമായി. എന്നിട്ടോ എൻ്റെ കല്യാണം ഉറപ്പിക്കുന്നതായപ്പോൾ നിരാശാകാമുകനായിട്ട് കടൽക്കരയിലൂടെ നടക്കുന്നു. എന്നോട് ആദ്യമേ ഇഷ്ടം തുറന്നു പറയായിരുന്നില്ല അയാൾക്ക്. ചിലപ്പോൾ തുറന്നു പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം കിട്ടിക്കാണില്ല. നിമ്മി പറഞ്ഞു കേട്ട് ശ്രീ വിശ്വസിക്കാനാവാതിരുന്നു. ശേഷം അവളോട് പറഞ്ഞു, സാഹചര്യമോ? ഭ്രാന്ത്, അല്ലാതെ എന്താ പറയാ? നിമ്മി പറഞ്ഞു. പ്രണയം അതൊരു തരത്തിൽ ഭ്രാന്ത് തന്നെയല്ലേ? രണ്ടിൽ ഒരാളുടെ ഭ്രാന്ത് അവസാനിക്കുമ്പോൾ പ്രണയം അവസാനിക്കും. ഒപ്പം പഠിക്കുന്ന കൂട്ടുകാരിക്ക് അവനെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ
കരഞ്ഞുകൊണ്ട് അവൻ്റെ അരികിലേക്ക് ഓടി വന്ന ഒരു 10ാം ക്ലാസ്സുകാരി ഉണ്ടായിരുന്നു. ഏത് സൈഡിലും മുടിയൊക്കെ കെട്ടി വാലിട്ട് കണ്ണെഴുതി കിലുങ്ങുന്ന മുത്തുകളുള്ള ഒരു പാദസരിട്ട് ഒരു 10ാം ക്ലാസ്സുകാരി. അവളിലാണ് അവൻ്റെ പ്രണയം എന്ന പ്രാന്ത് പൂവിട്ട് തുടങ്ങി. ഒരു നിമിഷം നിമ്മിയുടെ ഓർമ്മകൾ തൻ്റെ 10ാം ക്ലാസ് കാലഘട്ടത്തിലേക്ക് സഞ്ചരിച്ചു. ഒരു ദിവസം സ്കൂൾ വിട്ടു വരുന്ന തൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അരുന്ധതി കയ്യിൽ 2 മിഠായി തന്ന് ഇത് നിൻ്റെ ശ്രീരാഘേട്ടന് കൊടുക്കൂ എന്ന് ചോദിച്ചു. കാര്യം എന്താണെന്ന് ചിരക്കിയപ്പോൾ അവൾക്ക് തൻ്റെ ശ്രീയേട്ടനോട് ഇഷ്ടമാണെന്ന് പോലും. ആദ്യം ദേഷ്യമാണ് വന്നത്. വൈകുന്നേരങ്ങളിൽ കോളേജ് വിട്ട് ശ്രീയേട്ടനും ധ്രുവിയേട്ടനും തന്നെ കൂട്ടാനായി സ്കൂളിലേക്ക് മുന്നിലെ ബസ് സ്റ്റോപ്പിൽ നിൽക്കാറുണ്ട്. അപ്പോഴൊക്കെ അരുന്ധതി ശ്രീയേട്ടനോട് മാത്രം കൂടുതൽ അടുപ്പം കാണിക്കാൻ താനും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവളോടുള്ള ദേഷ്യത്തിൽ അവൾ തൻ്റെ കയ്യിൽ തന്ന മിഠായി മണ്ണിൽ വലിച്ചെറിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ശ്രീയുടെ അരികിലേക്ക് കരഞ്ഞുകൊണ്ട് ഓടി. എന്താ നിമ്മിക്കുട്ടി, എന്താ പറ്റിയേ? ശ്രീ അവളുടെ കണ്ണ് തുടച്ചുകൊണ്ട് ചോദിച്ചു. നിമ്മി നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു ഒരു പൊട്ടിച്ചിരിയായിരുന്നു മറുപടി. ഇത്രയും ചെറിയ കാര്യത്തിനാണ് ഏട്ടൻ്റെ നിമ്മിക്കുട്ടി കരയണേ? ഏട്ടൻ എന്നെക്കാളും ഇഷ്ടം അരുന്ധതിയാണോ? അവളോട് ശ്രീയേട്ടൻ ഇഷ്ടമാണെന്ന് പറയോ? നിമ്മി വിതുമ്പിക്കൊണ്ട് ചോദിച്ചത്. ശ്രീ അവളുടെ തോളിലൂടെ കൈയിട്ട് തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ശ്രീയേട്ടന് ഈ നിമ്മിക്കുട്ടി കഴിഞ്ഞിട്ട് ഈ ലോകത്ത് വേറെ ആരുള്ളൂ. സത്യമാണോ? സത്യം. അന്ന് ശ്രീയും ആ 10ാം ക്ലാസ്സുകാരിയെ തൻ്റെ നെഞ്ചിൽ ഏറ്റെടുക്കുകയായിരുന്നു എന്ന് നിമ്മി അറിഞ്ഞില്ല. തനിക്ക് ശ്രീയേട്ടനെ ഇഷ്ടമായിരുന്നു, പക്ഷേ ഏതു തരത്തിലുള്ള ഇഷ്ടമാണെന്ന് അറിയില്ല. പിന്നീട് രണ്ടുപേരും പഠിപ്പും ജോലിയൊക്കെയായി 2 ദേശങ്ങളിലായി. ഒപ്പം അകലവും കൂടി വന്നു. ഓർമ്മകളുടെ പ്രതിഫലനമായി നിമ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. സമയം ഒരുപാടായി, നമുക്ക് പോവാനിമ്മേ. ശ്രീ അവളെ ഫേസ് ചെയ്യാനാവാതെ ഇരുന്നിടത്ത് നിന്ന് എണീറ്റത് നിമ്മിയായ അവളെ തടഞ്ഞു. എന്താ ശ്രീയേട്ട എന്നോടൊന്നും പറയാതിരുന്നേ? പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ലൈഫ് എങ്ങനെയൊക്കെ ആവുകയായിരുന്നോ? ഇത്രയൊക്കെ സങ്കടപ്പെടേണ്ട വരുമായിരുന്നോ? അറിയില്ല നിമ്മി, എനിക്കൊന്നും അറിയില്ല. ഞാൻ പല തവണ ശ്രമിച്ചതാ, പക്ഷെ കഴിഞ്ഞില്ല. നിമ്മിക്ക് എന്ത് ഉത്തരം നൽകണമെന്ന് അറിയില്ലായിരുന്നു. കുറച്ചു നേരം അവർക്കിടയിൽ മൗനം നിലനിന്നു. ഇരുവരുടെയും മനസ്സാകെ കലങ്ങി മറിഞ്ഞിരുന്നു. നമുക്ക് പോവാം നിമ്മി. ഇരുട്ടായ മലയിറങ്ങാൻ ബുദ്ധിമുട്ടാവും. പരസ്പരം മിണ്ടാതെ അവർ മുന്നിലേക്ക് നടന്നു. ക്ലാസ് കഴിഞ്ഞ് വന്ന വർണ്ണ നേരെ വീട്ടിലേക്കാണ് വന്നതും വേഗം യൂണിഫോം മാറ്റി രാത്രിയിലേക്കുള്ളത് ഉണ്ടാക്കി. സന്ധ്യയ്ക്ക് വിളക്കും വെച്ച് പഠിക്കാനിരുന്നു. സമയം മുന്നോട്ട് പോകുന്തോറും അവളുടെ ടെൻഷൻ കൂടാൻ തുടങ്ങി. നീ ഒന്നും പേടിക്കണ്ട, ദത്തം വരുമ്പോൾ നല്ല ധൈര്യത്തിൽ തന്നെ നിൽക്കണം. അവൻ സ്റ്റേഷനിൽ വന്നതിനെക്കുറിച്ച് ചോദിച്ചാൽ ദിൽച്ചയ്ക്ക് ഒരു കൂട്ടു വന്നാന്ന് പറയാം. അവനെ വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് പറയാം. അവൾ മനസ്സിൽ ഓരോന്ന് ഉറപ്പിച്ച് ബുക്ക് വായിക്കുന്നതിന് ശ്രദ്ധ ചെലുത്തി. ദത്തൻ്റെ ജീപ്പ് മുറ്റത്ത് വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ട് അവൾ കുറച്ചുകൂടെ ഉറക്കെ വായിക്കാൻ തുടങ്ങി. ദത്തൻ ജീപ്പിൽ നിന്ന് ഇറങ്ങി ഡ്രൈവറോട് യാത്ര പറഞ്ഞ് അകത്തേക്ക് വന്നു. ഇന്നെന്താ നേരത്തെ പഠിക്കാൻ തുടങ്ങിയാ? ദത്തൻ തൊപ്പിയും ഫോണും ടേബിളിന് മുകളിൽ വെച്ച് ചോദിച്ചു. ചായ എടുക്കട്ടെ ദത്ത? വേണ്ട, നീ പഠിച്ചോ. ദത്തൻ യൂണിഫോം മാറ്റി ഒരു ടവലെടുത്ത് കുളിക്കാനായി പുറത്തേക്ക് നടന്നു. വർണ്ണ പിന്നിൽ നിന്ന് വിളിച്ചു. ദത്ത? എന്താടാ? അവളുടെ മുഖത്തേക്ക് പാറു വീണ മുടി ഒതുക്കി വെച്ച് ദത്തൻ ചോദിച്ചു. ഞാൻ ദിൽഷയ്ക്ക് ഒരു കൂട്ട് വന്നതാ, നിന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല, അതാ ഞങ്ങൾ നേരെ സ്റ്റേഷനിലേക്ക് വന്നേ. അതിന് ഞാൻ അതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ലല്ലോ കുഞ്ഞെ. എൻ്റെ കുട്ടി പഠിക്കുക, ഞാൻ കുളിച്ചിട്ട് വരാം. ദത്തൻ അവളുടെ നെറുകയിൽ ഉമ്മ വെച്ച് പുറത്തേക്ക് നടന്നു. അല്ല, ബിരിയാണി എങ്ങനെയുണ്ടായിരുന്നു? ഡോറിൻ്റെ അരികിലെത്തിയ ദത്തൻ തിരിഞ്ഞെന്ന് ചോദിച്ചു. നല്ലതായിരുന്നു ദത്ത. ദത്തൻ ഒന്ന് മൂളി പുറത്തേക്ക് പോയി. പറഞ്ഞ വീണ്ടും പഠിക്കാനും തുടങ്ങി. 2 സെക്കൻഡ് കഴിഞ്ഞാൽ കാര്യങ്ങളൊന്ന് റീവൈൻഡ് ചെയ്തും പറഞ്ഞ ഞെട്ടിക്കൊണ്ടിരുന്നിടത്തും ചാടി എണീറ്റു. ഞാൻ ബിരിയാണി കഴിച്ച കാര്യം ദത്തൻ എങ്ങനെ അറിഞ്ഞേ? പെട്ടെന്ന് ഫോൺ റിങ് ചെയ്ത് അവളൊന്ന് പതറി. നോക്കിയപ്പോൾ വേണിയാണ്. ദത്തേണ്ണ അവിടെ എത്തിയാ പറഞ്ഞേ? എത്തി. നീ പേടിക്കണ്ടാട്ടാ, ഞാൻ കാരണല്ലേ വൈകുന്നേരം അങ്ങനെയൊക്കെ ഉണ്ടായേ. അതുകൊണ്ട് ഞാനായി തന്നെ ദത്തനോട് നടന്നെല്ലാം പറഞ്ഞു. എന്താ? അതേടി, ബിരിയാണിയുടെ കാര്യം എല്ലാം പറഞ്ഞു. അത് കേട്ട് ദത്തേട്ടന് ഒടുക്കത്തെ ചിരി. നമ്മൾ വെറുതെ പേടിച്ചു. ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന് മാത്രമേ ദത്തേട്ടൻ പറഞ്ഞുള്ളൂ. നിനക്കിതൊരു 10 മിനിറ്റ് മുമ്പ് പറയായിരുന്നില്ലേ?
എന്താടി എന്താം പറഞ്ഞ ഫോൺ കട്ട് ചെയ്ത് ചെയറിലേക്ക് ഇരുന്നു. ദത്തനെല്ലാം അറിഞ്ഞു. കള്ളം പറയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും കള്ളം പറഞ്ഞു. ഒരു സാധാരണ മനുഷ്യൻ കള്ളം പറയാതെ എങ്ങനെ ജീവിക്കുക? ദത്തൻ നടന്നു വരുന്ന ശബ്ദം കേട്ടോ വർണ്ണ ബുക്ക് വായിക്കാൻ തുടങ്ങി. ദത്തൻ വന്ന് ഡ്രസ്സ് മാറ്റുകയാണ്. വർണ്ണ ബുക്ക് വായിക്കുകയാണെങ്കിൽ ശ്രദ്ധ മുഴുവൻ ദത്തനിലാണ്. ശ്രദ്ധിച്ചു വായിക്കു. ദത്തൻ ഗൗരവത്തെ പറഞ്ഞു. വർണ്ണ ശ്രദ്ധിച്ചു വായിക്കാൻ തുടങ്ങി. ഒപ്പം കള്ളം പറഞ്ഞതിന് ദത്തൻ വഴക്ക് പറയുമോ എന്ന പേടി വേറെ. പെട്ടെന്ന് ദത്തൻ്റെ ഫോൺ റിങ് ചെയ്തു. വർണ്ണ തൻ്റെ മുന്നിലിരിക്കുന്ന ദത്തൻ്റെ ഫോൺ എടുത്ത് അവൻ്റെ അരികിലേക്ക് വന്നു. ദത്തൻ ഫോൺ വാങ്ങിയ ശേഷം കോൾ അറ്റൻഡ് ചെയ്തു. തിരിഞ്ഞു പോകാൻ നിന്ന് വർണ്ണയുടെ തോളിലൂടെ കൈവച്ച് അവൻ തനിക്ക് നേരെ തിരിച്ചു നിർത്തി. അവളുടെ കവളിലായി ഒന്ന് ഉമ്മ വെച്ച് അവൻ പുറത്തേക്ക് പോയി. വർണ്ണ കവളിൽ കൈവച്ച് കുറച്ചു നേരം അങ്ങനെ തന്നെ പുഞ്ചിരോടെ നിന്നു. സ്വപ്നം കണ്ടു നിൽക്കാതെ ഇരുന്ന് പഠിക്കു പെണ്ണേ. പുറത്തുനിന്ന് ദത്തൻ ഉറക്കെ വിളിച്ചു പറഞ്ഞതും അവൾ തലയ്ക്കൊന്ന് കൂട്ടിക്കൊണ്ട് വന്നിരുന്ന് പഠിക്കാൻ തുടങ്ങി. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ദത്തൻ ഫോണും ചെയ്ത് പുറത്ത് നിൽക്കുകയാണ്. അവനെ നോക്കി താടിക്ക് കൈ കൊടുത്ത് വർണ്ണ സ്റ്റോപ്പിലിരിക്കുന്നുണ്ട്. എന്താടാ? ദത്തൻ ഫോൺ കട്ട് ചെയ്ത് അവളുടെ അരികിൽ വന്നിരുന്നു. ഒന്നുമില്ല. അവൾ തന്നെ എനിക്കൊണ്ട് ദത്തൻ്റെ മടിയിലേക്ക് തല വെച്ച് കിടന്നു. അവൻ അവളുടെ നെറുകിൽ തല ഓടിക്കൊണ്ടിരുന്നു. സോറി. എന്തിനാ ഈ സോറി? കുറച്ച് മുമ്പ് കള്ളം പറഞ്ഞതിനാണോ അതോ ആൻസർ ഷീറ്റ് മാർക്ക് കൂട്ടിയിട്ടതിനോ ക്ലാസ് കട്ട് ചെയ്തതിനോ? ദത്തനായി ചോദിച്ചു. പറഞ്ഞ അവൻ്റെ മടിയിൽ നിന്നിട്ടു. എല്ലാത്തിനും. കള്ളം പറയില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ. അവൾ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു. ഇതൊന്നും ഞാൻ കള്ളത്തിൽപ്പെടുത്തുന്നില്ല. ചെറിയ കുറുമ്പായേ കാണുന്നുള്ളൂ എന്ന് വെച്ച് ഇതൊരു ശീലാക്കണ്ട. ഇല്ല. അവൾ ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു. ശേഷം അവൾ അകന്ന് മാറാൻ ശ്രമിച്ചെങ്കിലും ദത്തനായതിന് സമ്മതിക്കാതെ ഇരു കൈകൾ കൊണ്ട് അവളെ ഇറുക്കെ പിടിച്ചു. കടിച്ച് തിന്നാൻ തോന്നുന്ന പെണ്ണെന്നിന്. അവളുടെ മുഖം കയ്യിലെടുത്ത് ദത്തൻ അവളിലേക്ക് അടുത്തു. അവളുടെ ചുണ്ടിൽ തൊട്ടില്ല എന്ന രീതിയിൽ അവൻ്റെ മുഖം അടുത്തതും പട്ടി ഓളിയിട്ടതും ഒരുമിച്ചാണ്. ഇരുവരും പെട്ടെന്ന് ഞെട്ടിയാകുന്നു. ഈ പട്ടികളെ കണ്ട് തോറ്റു. ദത്തൻ പിറുപുറത്തുകൊണ്ട് ഇരുന്നിടത്ത് എണീറ്റു. വർണ്ണ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നു. പിന്നിലായി മുണ്ടും മടക്കി കൊടുത്ത് ദത്തന് അകത്തേക്ക് വന്ന് ഡോർ ലോക്ക് ചെയ്തു. അടുക്കളയിലേക്ക് പോവാനെന്ന് പറഞ്ഞ് ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് ഉയർത്തി റൂമിലേക്ക് വന്നു. എങ്ങോട്ടടി കള്ളി ഓടണേ? ദത്തൻ അവളുടെ പിൻകഴുത്തിൽ മുഖം ചേർത്തുകൊണ്ട് ഇക്കിളിയാക്കി. ഒരു കാലുകൊണ്ട് ഡോറടച്ചു പറഞ്ഞ് ബെഡിലേക്ക് കിടത്തി. അവൻ ചെന്ന് ലൈറ്റ് ഓഫ് ചെയ്ത് ഷർട്ടിൻ്റെ ബട്ടണുകൾ അഴിച്ച് അവളുടെ അരികിലേക്ക് നടന്നു. വർണ്ണ കണ്ണുകൾ ഇറുക്കി അടച്ചു കിടന്നു. കുഞ്ഞ്. ദത്തൻ അവളുടെ കാതിലായി പതിയെ വിളിച്ചു. കണ്ണു തുറക്കടാ. ദത്തൻ പറഞ്ഞത് അവളുടെ കണ്ണു തുറന്നതും അവൻ അവളുടെ ചുണ്ടിലേക്ക് ആഴ്ന്നിറങ്ങി. അവളിൽ നിന്ന് ഉയർന്ന ചീർക്കാര ശബ്ദങ്ങൾ അവനിലെ പുരുഷനെ ഉണർത്തിയിരുന്നു. അവൻ്റെ പ്രണയ ചൂടിൽ വർണ്ണ ഉരുകിയില്ലാതായി. അവളുടെ ഒരണുവിനെ അവൻ ചുംബനത്താൽ ഉണർത്തിയെടുത്തു. പതിയെ പതിയെ അവളിൽ പടർന്നു കയറി. ഒരു ചെറിയ കുളിർമഴ പോലെ അവൻ അവളിൽ പെയ്തിറങ്ങി. അവസാനം അവരുടെ ശ്വാസനിശ്വാസവും കിതപ്പും ആ റൂമിൽ ഉയർന്നുകൊണ്ടിരുന്നു. പേടി മാറിയോടാ? അതേ കിതപ്പിൽ ദത്തൻ ചോദിച്ചതും വർണ്ണ നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം ചേർത്തു. അവൻ്റെ നെഞ്ചിലെ ചൂടേറ്റ് വർണ്ണ ഉറങ്ങി. അവളെ ചേർത്ത് പിടിച്ച് ദത്തനും. എനിക്ക് പൊന്നെ, ക്ലാസ്സിൽ പോകണ്ടേ? ദത്തൻ രാവിലെ പോവാൻ നേരം ഉറങ്ങിക്കിടക്കുന്ന വർണ്ണയെ തട്ടി വിളിച്ചു. കുറച്ചുകൂടെ ദത്ത പ്ലീസ്. എണീക്കടാ. ഇങ്ങനെ ഇവിടെ കിടന്ന് എനിക്കിന്ന് സ്റ്റേഷനിൽ പോകാൻ പറ്റില്ല കൊച്ചേ. മനുഷ്യൻ്റെ കൺട്രോൾ കളയാൻ. നീ കണ്ണടച്ചു നിന്നോ, അല്ലെങ്കിൽ തലവഴി പുതപ്പിച്ച് കിടക്കാം. നീ റെഡിയായി പോവാൻ നോക്ക്. വർണ്ണ തലവഴി പുതപ്പിട്ടു. ഈ പെണ്ണെന്ന്. ദത്തൻ അവളുടെ പുതപ്പിനുള്ളിലേക്ക് കയറി. അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്ത് വർണ്ണ ഒന്ന് ഉയർന്നു പൊങ്ങി. അവൻ കുളി കഴിഞ്ഞു വന്ന കാരണം മുടിയിലെ വെള്ളം അവളുടെ കഴുത്തിലും മാറിലുമായി പടർന്നു. എണീക്ക് കുഞ്ഞ്. ഇല്ല പ്ലീസ്. ഇല്ല, നീ പോവാൻ നോക്ക്. വർണ്ണ തിരിഞ്ഞു കിടന്നുകൊണ്ട് പറഞ്ഞു. ഇതിനുള്ളത് ഞാൻ വന്നിട്ട് മൂത്തിലും പലിശയും ചേർത്ത് തരാടി ഉരുട്ടെ. അവളുടെ തോളിലൂടെ മറുകിൽ കടിച്ചുകൊണ്ട് ദത്തൻ എണീറ്റ് മാറി.
അവൻ വേഗം പോവാനായി റെഡിയായി. യൂണിഫോം ഇട്ട് കണ്ണാടിക്ക് മുന്നിൽ വന്നു നിന്നു. മുടിയൊന്ന് ശരിയാക്കി ഫോണും മറ്റും പോക്കറ്റിലിട്ട് ദത്തൻ വർണ്ണയുടെ അരികിലേക്ക് വന്നു. എടാ, ഞാൻ പോവാ. കിടന്നുറങ്ങി കോളേജിൽ പോകാൻ ലേറ്റ് ആവണ്ടാട്ടാ. അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ചുമ്മിച്ച് ദത്തൻ പുറത്തേക്ക് പോയി. ദത്തൻ്റെ ബുള്ളറ്റിൻ്റെ ശബ്ദം അകന്നു പോയതും വർണ്ണ എണീറ്റ് കോളേജിൽ പോകാൻ റെഡിയായി. സമയമായതും വീട് പൂട്ടി കീയുമായി സനൂപിൻ്റെ വീട്ടിലേക്ക് വന്നു. കോളേജിലെത്തുന്നവരെ ഇന്നലെ അവർ കാട്ടിക്കുട്ടിയ മണ്ടത്തരങ്ങൾ പറഞ്ഞ് ചിരിക്കായിരുന്നു 3 പേരും. ക്ലാസ്സിൽ കയറിയിട്ടും ഏറെക്കുറെ അത് തന്നെയാണ് അവസ്ഥ. അതുകൊണ്ട് ആദ്യത്തെ ക്ലാസ്സിന് തന്നെ മിസ്സിന് 3ൻ്റെയും പിടിച്ചു പുറത്താക്കി. ദിൽഷയുടെ പ്രശ്നങ്ങളും ദത്തൻ ഇടപെട്ടെല്ലാം പരിശോധിച്ചിരുന്നു. ശ്രീ, ബെഡിൽ കിടക്കുന്ന ശ്രീ അമ്മ തട്ടി വിളിച്ചു. എന്തമ്മ? നിനക്ക് എന്താടാ പറ്റിയേ? ഇന്നലെ വൈകുന്നേരം വന്നപ്പോൾ കയറി കിടക്കുന്നല്ലേ? വന്നിട്ട് വല്ലതും കഴിക്ക്. നിനക്ക് തലവേദന കുറവില്ലേ? കുറവുണ്ട് അമ്മ, പൊക്കോ, ഞാൻ പിന്നെ വരാം. ഇനി എപ്പോഴാ? സമയം ഉച്ചയായി. ഞാൻ വരാം അമ്മ. അമ്മ വാതിൽ ചാരി പുറത്തേക്ക് പോയി. ഇന്നലെ തിരിച്ചുള്ള യാത്രയിൽ നിമ്മി തന്നോടൊരു വാക്കുപോലും മിണ്ടിയില്ല. അവളുടെ അമ്മാവൻ അവനെ വല്ലാതെ സങ്കടപ്പെടുത്തിയിരുന്നു. താൻ പലവട്ടം സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അവൻ ഓരോന്നാലോചിച്ച് കണ്ണടച്ചു കിടന്നു. ശ്രീയേട്ടൻ വന്നില്ലേ? താഴേക്ക് വന്ന ചെറിയ മോട് നിമ്മി ചോദിച്ചു. ഇല്ല, ചേക്കാനോ ഒരേ സമയത്ത് ഓരോ സ്വഭാവം. എനിക്കൊന്നും വയ്യ പറഞ്ഞ് മനസ്സിലാക്കാൻ. അവൻ എടുത്തു വെച്ച ഫുഡ് അടച്ചു വെച്ചുകൊണ്ട് ചെറിയമ്മ അടുക്കളയിലേക്ക് പോയി. നിമ്മി നേരെ ശ്രീയുടെ റൂമിലേക്ക് വന്നു. ചാരിയിട്ട വാതിൽ തുറന്നകത്തേക്ക് കിടന്നു. ശ്രീയേട്ടാ, നിമ്മിയുടെ ശബ്ദം കേട്ട് ശ്രീ ബെഡിൽ നിന്ന് എണീറ്റു. വന്ന് വല്ലതും കഴിക്കും ശ്രീയേട്ടാ. ഇന്നലെ മുതലൊന്നും കഴിച്ചിട്ടില്ലല്ലോ. വേണ്ട, ഒന്നും കഴിക്കാൻ തോന്നുന്നില്ല. അതെന്താ? വേണ്ടടോ, എനിക്ക് കുറച്ചു നേരം കിടക്കണം. ശ്രീയേൻ്റെ ഈ സങ്കടത്തിന് കാരണം ഞാനാണോ? അവൻ്റെ അരികിൽ നിമ്മിയിരുന്നു. മറുപടിയെ ശ്രീ ഒന്ന് പുഞ്ചിരിച്ചു. ശ്രീയേട്ടനോട് എനിക്കിഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ എനിക്കെന്തോ ഇപ്പം സത്യം പറഞ്ഞ പ്രണയം എന്ന് പറയുന്നത് പേടിയാ. ഞാനൊരിക്കലും തന്നെ നിർബന്ധിക്കില്ല. തനിക്ക് ഞാൻ ടൈം തരാം. നീ എന്നോടൊന്നും മിണ്ടാതിരുന്നപ്പോൾ സങ്കടം തോന്നി. ഇപ്പം അത് മാറി. അവൻ പുഞ്ചിരിയാൽ പറഞ്ഞു. എന്നാൽ കഴിക്കാൻ വരുമോ താഴേക്ക്? നിമ്മി നടന്നു. ഞാൻ ഫ്രഷ് ആയിട്ട് വരാം. നിമ്മി തലയാട്ടിക്കൊണ്ട് താഴേക്ക് പോയി. സാർ, ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. ഒരു ഫോൺ കോളിൻ്റെ അടിസ്ഥാനത്തിൽ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്തേക്ക് എത്തിയതാണ് ദത്തനും കാശിയും. താൻ കോള് വന്ന ആ നമ്പറിലേക്ക് ഒന്ന് തിരിച്ചു വിളിച്ചു നോക്കിയേ. സ്വിച്ച് ഓഫ് ആണ് സാർ. ഏതെങ്കിലും റോങ് ഇൻഫർമേഷൻ തന്നായിരിക്കും. എന്തായാലും കുറച്ചു നേരം കൂടെ നോക്കാം. ഇവിടുത്തെ ആൾ താമസമില്ലാത്ത പോലെ ഉണ്ട്. ദത്തൻ ചുറ്റും നോക്കി ജീപ്പിൽ നിന്നിറങ്ങി. ഒപ്പം കാശിയും. അതേസമയം 1-2 വാഹനങ്ങൾ അവരുടെ മുന്നിൽ വന്നു നിന്നു. എംഎൽഎയുടെ മകനെ തല്ലി ചാച്ചിട്ട് സാറിന് സുഖമായിട്ട് ഈ നാട്ടിൽ നടക്കാമെന്ന് കരുതിയാ? ഒരുത്തൻ വാഹനയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട് ചോദിച്ചു. അപ്പോൾ ട്രാപ്പായിരുന്നല്ലേ? ദത്തൻ പുച്ഛത്തോടെ മുന്നോട്ട് നടന്നു. വേണ്ട സാർ, അവിടേക്ക് പോവണ്ട. അവരുടെ കയ്യിൽ വടിവാളുണ്ട്. കാശി പിന്നിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. ദത്തൻ മുന്നിലേക്ക് വന്ന കൂട്ടത്തിൽ ഒരാൾ വാൾ വീശി. ദത്തൻ പിന്നിലേക്ക് ഒഴിഞ്ഞു മാറി. അടുത്ത നിമിഷം അയാളുടെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. അപ്പോഴേക്കും മറ്റു 2 പേര് അവിടേക്ക് വന്നു. ദത്തൻ അവരെയെല്ലാം നിസ്സാരമായി തല്ലി ഒതുക്കി. സാർ! കാശിനാഥൻ്റെ അലർച്ച കേട്ട് ദത്തൻ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. സനൂപേട്ട, ഓട്ടോ നിർത്ത്! വർണ്ണ കടന്നലറിയതും സനൂപ് വേഗം വണ്ടി നിർത്തി. തൻ്റെ അരികിൽ ഒരു ഓട്ടോ വന്നു നിന്നും ബാഗും തൂക്കി റോഡിന് സൈഡിലൂടെ നടന്നു പോകുന്ന ചന്തു തല ഉയർത്തി നോക്കി. വർണ്ണേച്ചി! അവൻ്റെ കണ്ണുകൾ വിടർന്നു. ഇത്ര കാലായി ചന്തു കണ്ടിട്ട്. വാ, കയറ്. വർണ്ണ നീങ്ങി ഇരുന്നതും ചന്തു ഓട്ടോയിൽ കയറി. ചേച്ചിക്ക് ഒരു ഉത്തരവാദിത്തം ഇല്ലേ ചേച്ചി? വർണ്ണയുടെ അരികിലിരിക്കുന്ന അനുവിനെ നോക്കി ചന്തു ഗൗരവത്തിൽ ചോദിച്ചു. എന്തേ? അനു ചോദിച്ചു. കാറ്റടിച്ച പറന്നു പോകുന്നവരെയൊക്കെ ആരെങ്കിലും അറ്റത്തിരുത്തോ? പിടിച്ചിരുന്നോ? അല്ലെങ്കിൽ കാറ്റടിച്ച ഓട്ടോയിൽ നിന്ന് തെറിച്ചു പോവും. ഡാ നിന്നെ ഓട്ടോ കയറ്റിയത് ഞാനാ, അത് മറക്കണ്ടാട്ടാ, വർണ്ണ പറഞ്ഞു. ഞാനെൻ്റെ വർണ്ണിച്ച് അങ്ങനെ മറക്കോ? ദത്തേട്ടൻ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ചേച്ചി അന്വേഷിച്ചിരുന്നു. അപ്പോൾ ചേച്ചി കോളേജിൽ പോയി എന്ന് പറഞ്ഞു. ക്ലാസ് ഉണ്ട്, അവിടെ അമ്മയ്ക്ക് സുഖമല്ലേ?
ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ? ഏയ് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല ചേച്ചി, അമ്മ സുഖമായിരിക്കണു. ഓരോന്ന് സംസാരിച്ച് ചന്തുവിനെ അവൻ്റെ വീട്ടിൽ ഇറക്കി വിട്ടാണ് വർണ്ണ തിരികെ പോയത്. അനുവിനെയും വേണിയും വീട്ടിലാക്കി സനൂപ് തൻ്റെ വീടിന് മുന്നിൽ വർണ്ണയെ ഇറക്കി വിട്ട് തിരികെ പോയി. കീ വാങ്ങിക്കാൻ സനൂപിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ദത്തൻ വന്ന് വാങ്ങിക്കൊണ്ടു പോയി എന്ന് അശ്വതി പറഞ്ഞു. അതോടെ വർണ്ണ വീട്ടിലേക്ക് നടന്നു. ദേവദത്തേനെ മേലെ വർണ്ണത്തേനിൽ ജിം 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 ആടിവാ ചാടിവാ. വർണ്ണ പാട്ടും പാടി ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. ദത്തൻ്റെ ബുള്ളറ്റ് മുറ്റത്തിരിക്കുന്നുണ്ട്. തിണ്ണയിലായി പോലീസ് യൂണിഫോം ഇട്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. ആരാ? അയാൾ ചോദിച്ചു. എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ ആരാന്ന് ചോദിക്കാൻ താനാരാ? വർണ്ണ ആത്മവദിച്ചു. പോലീസ് ആയതുകൊണ്ട് കുട്ടിക്ക് ചെറിയ പേടിയില്ലാതില്ല. സാറേ, ദേ ഒരു കൊച്ചു വന്നിരിക്കണു, ചെവി കേൾക്കാത്ത കുട്ടിയാന്ന് തോന്നുന്നു. ആശ അകത്തേക്ക് നോക്കിക്കൊണ്ട് വിളിച്ചു പറഞ്ഞു. ചെവി കേൾക്കാത്ത തൻ്റെ പോലീസായി പോയി, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേനെ. ഏതാ കൊച്ചേ നീ? എന്താ ഇവിടെ, സ്കൂൾ വിട്ട് വരികയാണോ? അയാൾ വർണ്ണയെ നോക്കി ചോദിച്ചു. വർണ്ണ ഒന്നും മിണ്ടാതെ മുറ്റത്ത് തന്നെ നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാർട്ട് കഴിഞ്ഞു. നിങ്ങൾക്ക് റേറ്റിംഗ് റിവ്യൂ ഒക്കെ തരാൻ എന്താ അത്ര മടി? വെറുതെ ഒന്നല്ലല്ലോ, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നിട്ടല്ലേ. നല്ല ഭസ്മുണ്ട് എനിക്ക്. നിങ്ങൾ എന്നെ വെറുതെ ടെററാക്കരുത്. ദേഷ്യം വന്നാൽ ഞാനൊരു ഓക്കെ ബായേക്കാളും മേലെയാണ്, പറഞ്ഞില്ല എന്ന് വേണ്ട. അപ്പോൾ എല്ലാവരും റേറ്റിംഗ് റിവ്യൂ ചെയ്യണേ. ബൈ, താങ്ക് യു.